സന്തോഷം, എല്ലാവർക്കും നല്ലൊരു സന്തോഷകരമായ സാഹചര്യം തരുന്നു. 1971 ബിയോണ്ട് ബോർഡേഴ്സ് സാധാരണ സിനിമകളിൽ ഞാനും ഗരിയുമായിട്ട് ചെയ്തിരിക്കുന്ന മറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയാണ്. കാരണം അതൊരു റിയൽ സ്റ്റോറിയുടെ ഒരു ബേസാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ശരി പറയും. ഇത് നടന്ന സംഭവം ഫിക്ഷനും കൂടെ ചേർത്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗ്രാമീൺ ഒരു സോൾജിയർ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് നോട്ടാണ് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ ആ സമയത്ത് മാത്രം ശത്രുവായിട്ട് കാണുകയും അതല്ലാത്ത സമയത്ത് മനുഷ്യനായി കാണണം എന്നൊരു ഫിലോസഫി ഈ സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും അതിനെ ഈ സോങ്ങുകൾ സിനിമ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. ഇതിനാണുള്ള സോങ്ങുകൾ നമ്മൾ സിനിമയിൽ ചേർക്കുന്നത്. പക്ഷെ മറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ആക്ഷൻ ഈ സിനിമയിൽ ചേർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ പ്രധാനമായിട്ടും ടാങ്ക് ഫൈറ്റ്സാണ്. വളരെ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത സിനിമ എന്ന് നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കഷ്ടപ്പാടുകൾ സിനിമയിലെല്ലാം ഉണ്ട്, ഏത് സിനിമയിലും കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ ഇത് വളരെ ദൂരെ ആർട്ടിലറി ഫയറിങ്ങിൻ്റെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ആ കഷ്ടപ്പാടുകൾക്ക് വിഭജനം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും താങ്ക് യു വിജയ് റെഡി, വളരെ വണ്ടർഫുൾ ഫിലിം. എനിക്ക് അഭിനയിക്കാൻ സാധിച്ചതിനും ശ്രീകുട്ടൻ പാടിയ പാട്ടിന് ഇപ്പോൾ കൊടുക്കാൻ സാധിച്ചതിനും എല്ലാ മലയാളം പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ആൽബി സുരേഷ്. Director Major Ravi sir in the Avasam എനിക്ക് കൊടുത്തിട്ട് thank you sir very much. I learned a lot working with you. I would also like to thank Lal sir for giving me this opportunity. This is a dream debut for me in Malayalam, so I'm very thankful and I learned a lot working alongside Lal sir. I wish I had more scenes and I get more opportunities in the future to learn from sir and act beside me. And I'm really honored to be a part of this project. It's a huge learning experience. It is a film in my career which will remain very special and which I will be always very proud, to be a part of. The trailer looks fantastic. I hope everybody will like this film. And lastly, I'd like to എന്നോടും എൻ്റെ ബ്രദറിനോടും സ്നേഹത്തിനോടും പ്രത്യേകം നന്ദി. ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് ദി ഓപ്പർച്യൂണിറ്റി playing more roles in Malayalam cinema in the coming future. Thank you. Jai Hind. I would like to thank Major sir and Sujit Chaitan for visualizing the song so beautiful. The song when you make it from composing and time, the lyrics, singing and now is one level, but when you visualize it so well and you've done a lovely job, I'm so proud. And Srishti had done a lovely job. The song is so much of life is there in the song. I would like to thank everyone. I would have loved if the answer would have come in one scene, but maybe next movie, sir. But then I book in, sir, next movie, right? So and go back to partner. Thank you. Gopiatan is someone I've been looking up to for many years. Gopiatan was with Ausapatan Sardana. I was an intern in the studio and he played anything on the keyboard and the headphones to take to listen to it. And I'm a big fan of yours and I can't wait to see the backgrounds for the trailer. The music is lovely, Gopiatan. And congratulations on IFA, Charlie, one of the best. I'm sorry in that whole tension I forgot to thank my other technicians, my DOP Sujit Vasudev sir, my producer Hanif Mohammed for giving me this opportunity. Also my art director and other cast and crew of 1971 Beyond Borders for helping. Sorry I forgot to thank, but if there's anybody I missed out, and my co-star Srishti Ravi also and Arun. Thank you very much. Gopiatan, please come on screen. എല്ലാവർക്കും നമസ്കാരം. സിദ്ധാർത്ഥ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പടത്തിൻ്റെ.
എല്ലാ കോർണറിലും മേജർ രവി സാർ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഓരോ ഡിസിഷനും ഓരോ ചേഞ്ച് ഓവേഴ്സ് കൊടുക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്ക്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എൻ്റെ ക്ലൈമാക്സ് റീലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, പൊരിച്ച് ഒളിച്ചു വെച്ചിരിക്കുന്നത്. പല സീക്വൻസും സൈലൻസ് ഇടാൻ തോന്നുന്നു. അത്രയധികമായിട്ടാണ് ലാലേട്ടൻ്റെ പെർഫോമൻസ്. നമുക്ക് അതിലോട്ട് ഓവർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഫ്റ്റർ കുറേ ഏരിയ സൈലൻസ് കിട്ടുന്നുണ്ട്. മാക്സിമം സയൻസിൻ്റെ ഇമ്പോർട്ടൻസും അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഓഡിയോ വിഷ്വൽ എഫക്ട്സ് എല്ലാം കൂടി വരുമ്പോൾ ഐ തിങ്ക് ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ സിനിമ. അത്ര എളുപ്പമല്ല ഇത് ഷൂട്ട് ചെയ്യാനുണ്ടാക്കാന്നുള്ളത്. കാര്യം മേജർ രവി സാർ എന്നെ ആദ്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റിയെടുത്ത് ആദ്യം എൻ്റെ സെറ്റിലോട്ട് വരണ്ടാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് സമയമില്ലാതെ പോകാൻ പറ്റില്ല. ആക്ച്വലി സെറ്റിലോട്ട് പോകണം തോന്നി. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് എൻ്റെ ഓരോ ഷോർട്സ് എടുത്തിരിക്കുന്നത്. അത് മണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫുൾ എന്താ പറയുക പൊടിയും അതൊക്കെ കൊണ്ട് ബാക്കി ഞാൻ പോയില്ല. വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ചുമയെ കുറിച്ച് കിടക്കണ്ടാവുന്നത്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ മൂവിയുടെ ഒരു പാട്ടാവാൻ. അതിനേക്കാൾ ഉപരി എനിക്ക് ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗറുണ്ട് നജീം അർഷാദ്. നജീം അർഷാദ് ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. അതായത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ്. സോ ഇതിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പലപ്പോഴും ഞാൻ ഒരാൾ രമ്യ മിശ്രന്റെ ബ്രദർ രാഹുൽ ലസിയ, രാഹുലിനെ എന്നെ പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ച് രാഹുലിന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്തൊന്നും സംസാരിക്കാറുണ്ട്. ആ രാഹുൽ കാര്യം പറയുന്നത് ഞാൻ രാഹുലല്ലേ, ഏത് രാഹുൽ അല്ല, രമ്യയുടെ ബ്രദർ അല്ല, ഞാൻ ഗോപിസുന്ദറാണ്. അതുപോലെ രാഹുലിനും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കണ്ട ഏകദേശം ട്വിൻ ബ്രദേഴ്സ് എന്ന് വരും. പ്ലീസ് കമന്റ് സ്റ്റേജ്. കാരണം ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ ഏകദേശം ഉള്ളില്ലേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കെട്ടിപ്പിടിക്കുന്നത്. ഇത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഈവനിങ്ങിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ നിൽക്കാൻ. ഇതിൽ ക്ലൈമാക്സ് സോങ് ആണ് നജീം അർഷാദ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് എ ബ്രില്യൻറ്റ് സോങ്. ഞാൻ ആദ്യം ഒരു 1 ലൈൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു റഫ് ഐഡിയ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നജീം അർഷാദ് എന്നുള്ള സോങ് എൻ്റെ വന്ന് കിട്ടുന്നത്. ആ സോങ് കേട്ടപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ആ ഒരു ക്ലൈമാക്സ് ഏരിയയിലോട്ട് വേറൊരു തലം തന്നെ നജീം അർഷാദ് സൃഷ്ടിച്ചിരിക്കുകയാണ്. സോ അത് വലിയ കാര്യം. അപ്പോൾ ആ നജീം കമ്പോസ് ചെയ്ത ആ കമ്പോസിഷനിൽ നിന്നാണ് എനിക്ക് ഈ പടത്തിന്റെ ക്ലൈമാക്സിലോട്ടുള്ള മൂവ്മെന്റ് തന്നെ കിട്ടുന്നത്. അതിന് നജീമിന്റെ ആയിരം നന്ദി. സോ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. That's it. Jai Hind. This is a very proud moment for all of us. We're going to do the audio release officially. Can we also have Thambi Kannan to come here? Can we also have our Red Roses manager, Vincent Sheridan, to come on stage, who has been behind all the preparations. ഒരു backbone തന്നെയാണ് Red Roses-ന്റെ.
Thank you.